കോട്ടയത്തേക്ക് ഈ ദേശീയ അവാർഡ് കടന്നു വന്നതിൽ നമ്മളെല്ലാം ആഹ്ലാദ തിമിർപ്പോടുകൂടി ആ വാർത്ത കേൾക്കുകയാണ്. കേട്ടപ്പോൾ തന്നെ ഞാൻ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങി ഓടി വരികയായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഈ അവാർഡ് ഞാനിത് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. മുമ്പ് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ തന്നെ പൂക്കാലം എന്ന സിനിമ സംസ്ഥാന അവാർഡിന് മുൻപ് തന്നെ പറഞ്ഞു. ഈ സിനിമ ഞാൻ നേരത്തെ കണ്ടിരുന്നു. ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഈ സിനിമയിൽ നിശ്ചയമായും നമ്മുടെ കൂട്ടനെ ഞങ്ങളെയാണല്ലോ അദ്ദേഹത്തെ വിജയരാഘവൻ വിളിക്കുന്നതിനേക്കാൾ നല്ല കുറേ ഇൻറ്റിമസി ഞങ്ങളെല്ലാം കുട്ടേട്ടനല്ലേ ഇഷ്ടം കൂട്ടനാണ് വിളിക്കുന്നത്. ഇത് കൂട്ടൻ അവാർഡ് ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പരസ്യമായി അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയ 3 മീറ്റിംഗ് ഞാൻ പങ്കെടുത്തിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു കൃത്യമായി ഇദ്ദേഹത്തിന് ദേശീയ അവാർഡും ആ സിനിമയിൽ ലഭ്യമായിരിക്കും. ആ വാർത്ത കേട്ടപ്പോൾ അതിയായ സന്തോഷം. അദ്ദേഹത്തെക്കാൾ ഉപരി ഞാനാണ് സന്തോഷിക്കുന്നത്. കാരണം അത്രയും അതിനെ അർഹിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ആ സിനിമകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം പൂക്കാലത്തിൽ എടുത്തിട്ടുള്ളത്. ഈ വളരെ പ്രായമായിട്ടുള്ള ഒരു കാരണവരെയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ചേർന്നുള്ള കുടുംബചിത്രമാണ്. എന്ത് മനോഹരമാണ്. അതിന് ശേഷവും അദ്ദേഹം എടുത്തിട്ടുള്ള ഇതേ റോള് തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം മുമ്പ് ആദ്യ കാലഘട്ടങ്ങളെല്ലാം മറ്റ് പല രൂപത്തിലുള്ള രംഗങ്ങൾ അദ്ദേഹം എടുക്കുമ്പോൾ കൂടുതലായും സ്റ്റണ്ടും മറ്റ് രൂപത്തിലുള്ള സംഭവങ്ങളിലൊക്കെയാണ് കൂടുതൽ പോലീസ് ഓഫീസറായിട്ടും ഒക്കെ ആയിരുന്നു അദ്ദേഹം. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ക്യാരക്ടർ റോളിൽ വന്ന് ഏറ്റവും മനോഹരമായി അപ്പിച്ചായിയുടെ ഒക്കെ എടുത്ത് ഞാൻ മറക്കുന്നില്ല കേട്ടോ. അപ്പിച്ചായി ആയിട്ട് നല്ല ഭംഗിയായിട്ടൊന്ന് ആ രൗദ്രമല്ലേ രൗദ്രം. അപ്പോൾ അതൊക്കെയാണ് ഓർക്കുന്നുണ്ട്. പക്ഷേ അതിലെല്ലാം ഗംഭീരമായിട്ട് ഇത് ഹൃദയത്തിൽ തട്ടി. അദ്ദേഹത്തിനകത്ത് കിട്ടുന്നതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം നാടകത്തിലാണ് തുടങ്ങിയത്. പ്രത്യേകിച്ച് നാടക ആചാര്യനായിരുന്ന NN പിള്ളച്ചേട്ടൻ്റെ മകനെന്ന രൂപത്തിൽ അദ്ദേഹത്തെ പരിശീലിപ്പിച്ചെടുത്ത ഒരു രൂപമുണ്ട്. അന്ന് തുടങ്ങുന്നത് ഒരു പകരക്കാരനായി കയറി ഒരു നാടകത്തിലാണ് തുടങ്ങിയെങ്കിലും അത് പാഴായില്ലെന്ന് മാത്രമല്ല, NN പിള്ളച്ചേട്ടൻ്റെ എല്ലാ അനുഗ്രഹവും കിട്ടി. ഗോഡ് ഫാദറിലെ NN പിള്ളച്ചേട്ടനെ നമ്മളെപ്പോഴും ഓർക്കുന്ന പോലെ തന്നെ അതൊരു ഒരു മകൻ അച്ഛനേക്കാൾ വലിയ ഗോഡ് ഫാദറായി മാറുന്ന രൂപത്തിലേക്ക് ഈ പൂക്കാലത്തിൽ മാറി എന്നുള്ളതാണ് എനിക്കിത് ഏറ്റവും സന്തോഷം. അതുകൊണ്ട് അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ അനുമോദിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി തന്നെ അനുമോദിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടാണ് ഓടിയത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണിത്. എന്നെ കാണുമ്പോഴൊക്കെ പറയുന്ന കാര്യമാണ്, ഇങ്ങനെ നിൽക്കേണ്ട ആളല്ല, കിട്ടേണ്ട ആളാണ്, അർഹനാണ് എന്നൊക്കെ പറയാറുണ്ട്. മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഓടി വരുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഈ വീട്ടിലെന്നല്ല എല്ലാ വീട്ടിലും നമ്മുടെ നാട്ടിൽ ഇദ്ദേഹം എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇതൊരു മിനിസ്റ്റർ എന്നുള്ള രീതിയിലല്ല, അല്ലാതെ ഞങ്ങൾ MLA മന്ത്രിയൊക്കെ ആകുന്നതിന് മുമ്പുള്ള സൗഹൃദമാണ്. ഞങ്ങൾ പൊതുപ്രവർത്തക എന്ന രൂപത്തിൽ അദ്ദേഹം പട്ടണത്തിൽ പഠിച്ചിരുന്ന കാലഘട്ടം തൊട്ട് അദ്ദേഹത്തെ അറിയാം. NN പിള്ളച്ചേട്ടനെ അറിയാമായിരുന്നു. നാടകം, പ്രത്യേകിച്ച് NN പിള്ളച്ചേട്ടൻ്റെ നാടകം വരെ നമ്മൾ പ്രധാനമായി ആ കാലഘട്ടത്തിൽ തിയേറ്റർ കൊട്ടക പൊളിച്ച് കയറി കണ്ടിട്ടുണ്ട്. ചില നാടകം ടിക്കറ്റ് അന്നെല്ലാം ടിക്കറ്റ് ചിലയിടത്ത് നാട്ടിൻപ്രദേശത്ത് ഓഡിറ്റോറിയം ഇല്ലാത്തടത്ത് മുളച്ച് കെട്ടി ഓല കൊണ്ട് ആ ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് ആ ഓല ഞങ്ങൾ പൊളിച്ച് കയറി നാടകം കണ്ടിട്ടുണ്ട്. ആദ്യം ഇറങ്ങിയ ആ ക്രോസ് വെൽറ്റ് ഒരു കാലഘട്ടത്തിൽ ചില നാടകങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇറങ്ങുമ്പോഴേ പോയി കാണുമായിരുന്നു. വിശ്വകേരള കലാസമിതി ഇതായിരുന്നു ആ നാടകാചാര്യൻ എന്ന രൂപത്തിൽ ആ പദവി ഇതുവരെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ മകന് കിട്ടിയിരിക്കുന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ 2-3 ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ 3-4 പടം അടുപ്പിച്ച നല്ല കഥാപാത്രങ്ങൾ. അതായത് മുമ്പ് പുള്ളിക്ക് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ക്യാരക്ടറിനേക്കാളൊക്കെ വ്യത്യസ്തമായി നല്ല റോൾ എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ല ഭാവാഭിനയങ്ങളിലേക്ക് വരാനും. ഈ നാടകവും സിനിമയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സിനിമയിൽ നമുക്ക് ചെറിയ ചലനം ബാക്കി സാങ്കേതിക വിദ്യ കൊണ്ട് വരുത്തി കഴിയാൻ പറ്റും. പക്ഷെ നാടകത്തിൽ പറ്റില്ല. നാടകത്തിൽ എല്ലായ്പ്പോഴും ഒരു ടേക്ക് ഇല്ലെന്ന് മാത്രമല്ല, ഒരു കഥാപാത്രത്തെ തന്നിലേക്ക് സന്നിവേശിപ്പിച്ച് അത് പൂർണ്ണാർത്ഥത്തിൽ ഇമോഷണൽ ഫ്ലോ ഉണ്ടല്ലോ. അത് അങ്ങനെ ശീലിച്ചു വരുന്നവർക്ക് ഈ സിനിമയിൽ വരുമ്പോഴും വലിയ വിഷമമില്ലാതെ പോകുന്നു. കാരണം നാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒട്ടനവധി ആളുകൾ എടുത്ത് പരിശോധിച്ചു. നമ്മുടെ രാജൻ ബി ദേവ്, അതുപോലെ തന്നെ തിലകൻ, ഇങ്ങനെ വേണു, ഇവരെല്ലാം കുടിയേറ്റം കോവി ഇവരെല്ലാം വന്നേ. ഇപ്പോഴും ഈ കുടിയേറ്റം കോവിലെ അടൂരിന്റെ സിനിമയിലെ ആ കുടിയേറ്റം ശങ്കരൻകുട്ടി ഗോപി അവതരിച്ച ആ കഥാപാത്രം പറയുന്ന ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കാട്ടുകുതിരയില്ലേ, നമ്മുടെ ശില്പരസ്ഥാനത്തിൻ്റെ രാജൻ ബി ദേവ്, അതിന് ഇവിടെ തിലകനാണ് എടുത്തത്. അതിലെ നാടകത്തിലായിരുന്നു കാട്ടുകുതിരെ അതിഗംഭീരമായി രാജൻ ഓവേ ഓവേ എന്നുള്ള
അതൊരു കാലഘട്ടത്തിൻ്റെ ജന്മിത്വത്തിനെതിരായിട്ടുള്ള നാടുവാഴ്ചത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഉള്ളടക്കത്തോടു കൂടി ഒരു ആശയ സമരത്തിലുണ്ട്. എന്ത് ഗംഭീരമായിട്ടാണത് രാജൻ ബി ദേവ് വന്ന് സിനിമയിൽ നാടകത്തിൽ അത് തിലകൻ ഇതിനകത്ത് എടുക്കുന്നത്. അപ്പം നാടകത്തിൽ വരുന്നതും നമ്മൾ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടും കൂടെ കണ്ടു നോക്കും. അപ്പോൾ ഇന്നും നാടകത്തിൽ നിന്ന് കിട്ടിയ എല്ലാ അനുഭവ സമ്പത്തും അച്ഛൻ്റെ അനുഗ്രഹവും അർത്ഥപൂർണമായി എന്നുള്ളതാണ് ഇന്നത്തെ ഈ അവാർഡിലൂടെ നാടിനെ അഭിമാനിക്കാൻ, അല്ലേ, മലയാളക്കരയ്ക്ക് അഭിമാനിക്കും, മലയാള സിനിമയ്ക്ക്, അതോടൊപ്പം രാജ്യത്തിനാകെ അഭിമാനിക്കാൻ നമുക്ക് നൽകുന്നു. അതുകൊണ്ട് ഇത് ഞങ്ങൾ ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നു. ഇന്നിട്ട് വലിയ ആഘോഷം ഞങ്ങൾ ഈ നാടിൻ്റെതായിട്ട് വയ്ക്കുന്നുണ്ട്. കലാകാരന് കിട്ടുന്ന ഈ പ്രതിഫലം മാത്രമല്ല നമ്മൾ മനസ്സിന് കുളിർമയുണ്ടാകുന്നത്, മറിച്ച് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ അതിന്മേൽ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന്, ആസ്വാദക വൃന്ദത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ആരാധനകൾ കൂടി വരുമ്പോഴാണ് അത് അർത്ഥപൂർണ്ണമാകുന്നത്. പിന്നെ